ഒമാൻ കടലിൽ US യുദ്ധക്കപ്പലുകൾക്കു നേരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് ഇറാൻ. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇറാൻ ചരക്കുകപ്പൽ US സേന പിടിച്ചെടുത്തതിന് തിരിച്ചടിയായിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഉപയോഗിച്ച ഡ്രോണുകളുടെ എണ്ണമോ കപ്പലിന് നാശനഷ്ടമുണ്ടായോ തുടങ്ങിയ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് പുതിയ സംഭവം. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ചരക്കുകപ്പൽ അമേരിക്കൻ നാവികസേന വെടിവെച്ച് പിടിച്ചെടുത്തതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം മൂർച്ഛിക്കുകയാണ്. 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലനിൽക്കെ അമേരിക്കൻ നാവികസേന നടത്തിയ നീക്കം സായുധ കവർച്ചയാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിന് വൈകാതെ തന്നെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ സൈനിക ആസ്ഥാനമായ ഹസ്രത്ത് ഖാദം അൽ അൻബിയ പ്രസ്താവനയിൽ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് അമേരിക്കയുമായി നിശ്ചയിച്ചിരുന്ന 2ാം വട്ട സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറി. ഒമാൻ ഉൾക്കടലിൽ വെച്ചാണ് ആക്രമണം നടന്നതെന്ന് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചു. ചരക്ക് കപ്പലിന് നേരെ വെടിയുതിർത്ത ശേഷം ഹെലികോപ്റ്ററുകൾ വഴിയാണ് അമേരിക്കൻ സൈന്യം കപ്പലിൽ ഇറങ്ങിയത്. വെടിനിർത്തൽ ലംഘിച്ചുള്ള ഈ പ്രകോപനത്തിന് ഇറാന്റെ സായുധ സേന തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. നിലവിൽ ഹോർമൂസ് കടലിടുക്കിൽ US നാവികസേന ശക്തമായ നിരീക്ഷണം തുടരുകയാണ്. USS റഷ്മോർ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണ സാധ്യത കണക്കിലെടുത്ത് മേഖലയിൽ കനത്ത ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കൂടുതൽ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. ഇറാന്റെ പതാകയേന്തിയ തൂസ്ക എന്ന ചരക്കു കപ്പലാണ് അമേരിക്കൻ ഡിസ്ട്രോയറായ USS പ്രൂവൻസ് ആക്രമിച്ചത്. 6 മണിക്കൂർ നീണ്ട മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെ തുടർന്ന് കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്ക് നാവികസേന വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് അമേരിക്കൻ മറീനുകൾ കപ്പലിൽ അതിക്രമിച്ചു കയറുകയും നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. കപ്പലിന്റെ ഗതാഗത സംവിധാനങ്ങൾ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടേത് കടൽ കൊള്ളയ്ക്ക് തുല്യമായ നടപടിയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ബന്ദർ അബ്ബാസ് തുറമുഖത്തേക്ക് വരികയായിരുന്ന വാണിജ്യ കപ്പലിനെയാണ് അമേരിക്കൻ ഭീകരവാദികൾ ആക്രമിച്ചതെന്ന് ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നിലവിലുള്ള വെടിനിർത്തൽ കരാറിന്റെയും ലംഘനമാണിതെന്നും ഇറാൻ ആരോപിച്ചു. അതേസമയം അമേരിക്കൻ ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചതിനാലാണ് കപ്പൽ പിടിച്ചെടുത്തതെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. എൻജിൻ റൂമിൽ നിന്ന് മാറാൻ കപ്പൽ ജീവനക്കാർക്ക് കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ഇതിന്റെ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് അമേരിക്ക അവകാശപ്പെടുകയും ചെയ്തു.